എൻവി സിനിമാസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്ന രണ്ട് സിനിമയാണല്ലോ. വാർ 2 എന്ന മൂവിയും അതേപോലെ തന്നെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലി എന്ന രജനീകാന്തിൻ്റെ സിനിമയും. ഇപ്പോൾ ഇതാ രണ്ട് സിനിമയുടെയും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും എല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൽ ബഹുദൂരം മുന്നിലാണ് രജനീകാന്ത് നായകനായി എത്തിയ കൂലി എന്ന മൂവി. 151 കോടി രൂപയാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. അതിൽ തമിഴ്നാട്ടിലെ ലിയോ എന്ന ലോകേഷിൻ്റെ തന്നെ സംവിധാനത്തിൽ വന്ന സിനിമയുടെ 147 കോടി എന്ന റെക്കോർഡ് തകർത്തെറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാ രജനീകാന്ത് പുതിയ റെക്കോർഡ് തമിഴ് ചരിത്രത്തിൽ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വാർ 2 എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം 80 കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരുന്നത് സിനിമ ലിയോ എന്ന സിനിമയുടെ റെക്കോർഡ് തകർക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഇതാ ലിയോയുടെ റെക്കോർഡ് അവിടെ സുരക്ഷിതമായിട്ട് അവിടെ തന്നെയുണ്ട്. 9,75,00,000 രൂപയാണ് കൂലി എന്ന സിനിമ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയത്. ലിയോയ്ക്ക് 12 കോടിയോളം രൂപ കളക്ഷൻ വന്നിരുന്നു ഫസ്റ്റ് ഡേ. കൂലി എന്ന സിനിമയ്ക്ക് തികച്ചും ഒരു പോസിറ്റീവ് റിപ്പോർട്ടല്ലായിരുന്നു വന്നത്. അതിനാലും കൂടിയാണ് സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടാതെ പോയത്. കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 2ഉം 3ഉം സിനിമകൾ ഇപ്പോൾ ഇതാ ഒരു തമിഴ് മൂവികളായിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് ലിയോ എന്ന മൂവിയും 3ാം സ്ഥാനത്ത് കൂലി എന്ന മൂവിയുമാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന മൂവിയാണ് 1ാം സ്ഥാനത്തുള്ളത്. 14 കോടിക്ക് മുകളിലാണ് മലയാളത്തിൻ്റെ ഒരേ ഒരു രാജാവായ ലാലേട്ടൻ്റെ L2 എമ്പുരാൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത്. ഈ ഒരു റെക്കോർഡ് അവിടെ സുരക്ഷിതമായിട്ട് ഇപ്പോഴും ഉണ്ട്.